ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കേട്ടാലോ? സുധിയും സജിയും ശ്രീകാന്തുമായി ടെറസിലിരുന്ന് എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് സംസാരിക്കുന്നു. എന്നാൽ സുധിക്കൊന്നും ഇഷ്ടമാകുന്നില്ല. ശ്രുതി പറയുന്നു സജി ഇപ്പോൾ ഫിറ്റായി വരും. എന്നാൽ ഇന്ന് സജിയേട്ടൻ കുടിക്കില്ല എന്ന് രേവതിയും പറയുന്നു. അവർ ഇറങ്ങി വന്നപ്പോൾ ശ്രുതിയെ രണ്ടുപേരുമായി താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ട് രേവതി ശ്രുതിയുടെ മുഖത്ത് നോക്കുന്നു. ശ്രുതി വല്ലാതാകുന്നു. ശ്രുതിയോട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സജിയോട് അടുത്ത് ഓരോന്ന് ചോദിക്കുന്നു രേവതി. അത് കഴിഞ്ഞിട്ട് സജി നേരെ കാർ ഓടിക്കാനായിട്ട് പോകുന്നു. കാറിൽ കയറ്റിക്കൊണ്ടുവിട്ട ഒരു യാത്രക്കാരനെ 2 ഗുണ്ടകൾ ആക്രമിക്കുന്നത് കണ്ട് സജി ഇറങ്ങി അവന്മാരെ ഓടിച്ചിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നു. എൻ്റെ ഈ ഷോപ്പ് വിൽക്കാൻ ബോർഡ് വച്ചത് മുതൽ അവന്മാർ പറയുന്ന വിലയ്ക്ക് നൽകണമെന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യുന്നു. എന്ത് വന്നാലും മക്കളെപ്പോലെ നോക്കുന്ന ഷോപ്പ് ഞാൻ അവന്മാർക്ക് കൊടുക്കില്ല. സാർ ഈ ഷോപ്പ് കൊടുക്കുകയാണ്? അതേ മോനെ, എനിക്ക് ഈ ഷോപ്പ് കൊടുത്തേ പറ്റൂ. കാരണം എൻ്റെ മക്കൾ 2 പേരും അമേരിക്കയിലാണ്. എനിക്ക് വയസ്സായ കാലത്ത് മക്കളോടും കൊച്ചുമക്കളോടും കൂടി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിത് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും വിശ്വസ്തരായവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. എത്രയ്ക്ക് കൊടുക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? അവന് പെട്ടെന്ന് സുധിയുടെ കാര്യം ഓർമ്മ വന്നു. എന്താ, സജിക്ക് വാങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? എനിക്കല്ല സാർ, എൻ്റെ ചേട്ടന്. സജിയുടെ കുടുംബത്തിന് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സജി വീട്ടിൽ ചെന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞു. ഇവനേതോ പെട്ടിക്കട ആയിരിക്കും പറയുന്നതെന്ന് ചന്ദ്ര പറഞ്ഞു. എന്നാൽ സജി ഷോപ്പിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നു. എന്നിട്ട് എല്ലാവരുമായി ഷോപ്പ് കാണാൻ പോകുന്നു. ചന്ദ്ര അന്തം വിട്ട് നോക്കുന്നു. ഇത്രയും നല്ല കടയോ? പക്ഷേ സജി അംഗീകരിച്ചു കൊടുക്കാൻ ചന്ദ്രയ്ക്ക് മനസ്സ് വന്നില്ല. സുധി വലിയ മുതലാളിയായാണ് അവർ കണ്ടത്, ഓണറോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാൽ എല്ലാം കുളമാവുമെന്ന് മനസ്സിലാക്കി സജി പിടിച്ചു കൊണ്ടുപോയി സാധനങ്ങൾ കാണാൻ പറയുന്നു. എടാ, നീ അവിടെ എന്താ ഓണറോട് സംസാരിക്കുന്നത്? നന്നായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ പിടിച്ചു കൊണ്ടുപോയി നീ ഈ സാധനങ്ങളൊക്കെ നോക്കിക്കാണുക എന്ന് പറയുന്നു. അച്ഛൻ സുധിയോട് ചോദിക്കുന്നു, നിനക്ക് കട ഇഷ്ടമായോ എന്ന്. അതെ അച്ഛാ, എനിക്കിത് ഇഷ്ടമായി. ഇതുപോലെ കറങ്ങുന്ന കസേരയിൽ AC-യിൽ ഇരിക്കാനാണ് അച്ഛാ ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് അതിലിരിക്കുന്നു. ചന്ദ്ര പറയുന്നു, എൻ്റെ മോൻ ഇരിക്കുന്നത് കണ്ടോ, എന്താ രസം. അവർ വീട്ടിൽ വന്ന് കടയ്ക്കൊരു പേരിടാൻ എല്ലാവരുമായി പറയുന്നു. രേവതി, അച്ഛമ്മയുടെ പേരിട്ടാലോ എന്ന് പറയുമ്പോൾ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? എൻ്റെ ശ്രുതിയും സുധിയുമായി തീരുമാനിച്ചോളൂ എന്ന് ചന്ദ്ര പറയുന്നു. ശ്രുതിയെ വിളിച്ച് റൂമിൽ പോയിട്ട് നിൻ്റെ അച്ഛൻ്റെ പേരിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, നമുക്ക് അമ്മയുടെ പേര് തന്നെ ഇടാം. അമ്മയ്ക്ക് സുധിയെ അത്ര ഇഷ്ടമല്ലേ? വേണ്ട, അമ്മയുടെ പേരിടണ്ട. നിൻ്റെ ബ്യൂട്ടി പാർലറും പോയി, രേവതി ചേച്ചി ഏട്ടത്തിയുടെ പൂക്കടയും പോയി. എന്താ സംഭവിച്ചത് എന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? അതുകൊണ്ട് അമ്മയുടെ പേരേ ഇടണ്ട. ഇത് സച്ചി കേട്ടുകൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് മുറിയിൽ കയറി അവരോട് പറയുന്നു, അമ്മയുടെ പേര് തന്നെ കടയ്ക്കിടണം. അപ്പോൾ ശ്രുതി പറയുന്നു, ഞങ്ങളുടെ കടയുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ ഇതിൽ ഇടപെടേണ്ട. ഇതെൻ്റെ ഓർഡറാണ്. അമ്മയുടെ പേര് തന്നെ ഇടണമെന്ന് ഞാൻ നിങ്ങളോട് ഓർഡർ ചെയ്യുന്നു. ഓഹോ, നീ എന്താ ഞങ്ങളോട് ആജ്ഞാപിക്കാൻ? ഞങ്ങളുടെ പണം ഞങ്ങളുടേത്, ഞങ്ങൾക്കിഷ്ടമുള്ള പേരിടും, നീ അതിൽ ഇടപെടേണ്ട. ഉടനെ അവർ റെക്കോർഡ് കേൾപ്പിക്കുന്നു. ശ്രുതി പറയുന്നു, ഇത് ചതിയാണ്.